ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിലിന്റെ മരണത്തിൽ ചോദ്യങ്ങളുമായി CPM. അനിലിന്റെ ഇൻക്വസ്റ്റ് സമയത്ത് മാധ്യമപ്രവർത്തകർ വന്നപ്പോൾ ആക്രമിച്ചത് എന്തിനാണ്? മൃതദേഹം സംസ്കരിക്കുന്നതിന് മുൻപ് എന്തിനാണ് തിരുവനന്തപുരം ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് വാർത്താസമ്മേളനം വിളിച്ചത്? അനിലിനെതിരെ ഏതെങ്കിലും സ്റ്റേഷനിൽ കേസുണ്ടോ എന്നും വി ജോയ് MLA ചോദിച്ചു. ശ്രീ അനില് ആത്മഹത്യ ചെയ്ത ദിവസം ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പത്രപ്രവർത്തകർ അവിടെ എത്തുകയുണ്ടായി. അവിടെ എത്തിയ പത്രപ്രവർത്തകരെ ഉപദ്രവിക്കാനും ക്യാമറ തല്ലിപ്പൊളിക്കാനും ഉണ്ടായ പ്രകോപനം എന്താണ്? ബി.ജെ.പിയുടെ നേതാക്കന്മാർ മറുപടി പറയേണ്ട ആദ്യത്തെ ചോദ്യം അതാണ്. മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് എന്തിനാണ് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ്, സിറ്റിയുടെ ചുമതലയുള്ള പ്രസിഡന്റ് കരമന ജയൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ആ വാർത്താ സമ്മേളനത്തിൽ രണ്ട് ആരോപണങ്ങൾ പൊടുന്നനെ ഉന്നയിക്കുകയായിരുന്നു. ഒന്ന്, അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPM-ന് പങ്കുണ്ട്. രണ്ട്, പോലീസ് നിരന്തരമായി ഉപദ്രവിച്ചതുകൊണ്ടാണ് അനില് ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം. അനിലിനെതിരായി പോലീസ് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ പരാതി സ്വീകരിക്കുകയോ കേസ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കുന്ന എന്തൊക്കെ ചോദ്യങ്ങളാണ് CPM ഉന്നയിക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുമല വാർഡ് കൗൺസിലർ അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-നെയും പോലീസിനെയും പ്രതികൂട്ടിലാക്കിക്കൊണ്ട് ബി.ജെ.പി. വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും അടക്കം ഉന്നയിച്ചത്. അതിന് മറു ചോദ്യവുമായിട്ടാണ് ഇപ്പോൾ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി രംഗത്ത് വന്നിരിക്കുന്നത്. ബി.ജെ.പി. നേതൃത്വത്തോട് 8 ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു വി ജോയിയുടെ വാർത്താ സമ്മേളനം തുടങ്ങിയത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അനിൽ മരിച്ച ദിവസം ഇൻക്വസ്റ്റ് നടന്ന സമയത്ത് അവിടെ വന്ന മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനും ക്യാമറ തല്ലിപ്പൊട്ടിക്കാനും ബി.ജെ.പി. നേതൃത്വം ശ്രമിച്ചത് എന്തിനാണ്? മൃതദേഹം സംസ്കരിക്കുന്നതിന് മുൻപ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ എന്തിന് വാർത്താ സമ്മേളനം വിളിച്ചു? മൂന്നാമത്തെ ചോദ്യം, CPM-ന് ഏതെങ്കിലും ഘട്ടത്തിൽ അനിലിനെതിരെ സമരം ചെയ്തിട്ടുണ്ടോ? ഈ കൗൺസിലിലെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കൗൺസിലിലെ കോർപ്പറേഷനിലെ മറ്റെന്തെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിലിനെതിരെ ഏതെങ്കിലും ഘട്ടത്തിൽ CPM സമരം ചെയ്തിട്ടുണ്ടോ എന്ന് തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി വി ജോയി ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനിലിനെതിരെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും പരാതി കൊടുക്കുകയോ ആ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി CPM ബി.ജെ.പിയോട് ചോദിക്കുന്നുണ്ട്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ മാധ്യമപ്രവർത്തകയെ നിയന്ത്രണം വിളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തത് എന്തിനാണ്? അതോടൊപ്പം തന്നെ അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിൽ എവിടെയെങ്കിലും പോലീസിനെയോ CPM-നെയോ വിമർശിക്കുന്നുണ്ടോ എന്നുകൂടിയുള്ള ചോദ്യവും CPM ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ അനിൽ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെ നേരിൽ വന്ന് കണ്ടുവെന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. അപ്പോൾ എന്തിനാണ് വന്ന് കണ്ടതെന്നും എന്താണ് അനിൽ പറഞ്ഞതെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കണമെന്നുള്ള കാര്യങ്ങൾ കൂടി CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ജോയി ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് CPM ജില്ലാ സെക്രട്ടറി വി ജോയി പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ബി.ജെ.പി. നേതൃത്വമാണ്. ബി.ജെ.പി. നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് അനിൽ ആത്മഹത്യ ചെയ്തത്. 48 വർഷക്കാലം അനിൽ പൂർണ്ണമായിട്ട് ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും അനിലിന്റെ മരണസമയത്ത് പോലും ആരും ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി വി ജോയി ആരോപണമായിട്ട് പറയുന്നു. അനിലിന്റെ മരണത്തിന് പിന്നിൽ ബി.ജെ.പി. നേതൃത്വമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് CPM. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.